ഈ ക്രിസ്മസിന് സ്പെഷ്യൽ ഡെസേർട്ടുകളൊക്കെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആദ്യം തന്നെ അരക്കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അവിടെ മാറ്റി വെക്കാം. ഇനി 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ അരിപ്പയിലിട്ട് കൊടുത്തിട്ട് ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ മദേഴ്സിൻ്റെ ബേക്കർ സ്പെഷ്യൽ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത മൈദ ആയതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള മൈദ വേണം എടുക്കാൻ. ഇനി 3 മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്യാം. കൂടെ തന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് അതും ചേർത്ത് ബീറ്റ് ചെയ്ത് ഇതേപോലെ ഫ്ലഫി ആയി വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ ഓയിലും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള പാലിലേക്ക് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പൊടിയും കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം ലെയറായി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അളവിൽ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ആദ്യം കേക്ക് പീസ് വെച്ച് കൊടുക്കാം. പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ വിപ്പ്ഡ് ക്രീമും ക്രീം ചീസും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ക്രീമാണ് കേട്ടോ ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ക്രീം ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ കുറച്ച് കേക്കിൻ്റെ ക്രംസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് ട്രിഫിൾ റെഡിയായി.